പിന്നെ സത്യം. ഞാനിങ്ങനെ മുഴുവനും കേട്ടു. അപ്പൊ കേട്ട സമയത്ത് ഇപ്പൊ നേരത്തെ ജുനൈദ് പറഞ്ഞ പോലെ ഷംന മിസ്സിന്റെ ആണോ ക്ലാസ് എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാന് അതിന്റെ ഒരു അനുഭവം പറയാം. കുറച്ചു മുമ്പ് ഒരു 2 വർഷം മുമ്പാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് കുറെ ആള് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണം, ഒരു വലിയൊരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണം എന്നാണ്. പക്ഷെ ഓർക്കുള്ള ഒരു ചെറിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാല് ഓർക്ക് ഇടക്കിടക്ക് വിക്ക് വരും സംസാരത്തില്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് ഓര് പറഞ്ഞു ഇനിയിപ്പം എന്നെ കൊണ്ട് കഴിയും തോന്നണില്ല. കാരണം രണ്ടാളെ മുമ്പില് ഒരു കാര്യം പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിചാരിച്ച സംഭവം വരൂല. അപ്പൊ അത് ഭയങ്കര സങ്കടാണ്. അപ്പോ ഒരു എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാല് ഇനി കുറെ ആളുകൾ കൂടുന്നിടത്തൊന്നും ഞാൻ സംസാരിക്കൂല. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊരു തീരുമാനം വെച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് കുറച്ചു മുമ്പ് ഇതേപോലെ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് എന്നോട് പറഞ്ഞടാ നല്ല രസമുണ്ട്, എനിക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ ഇട്ട സമയത്ത് തന്നെ ഓരിങ്ങനെ ആദ്യം പറഞ്ഞു ഇതാ എന്താ അപ്ലോഡ് ചെയ്യണ്ട, അത് പുറത്തേക്കൊന്നും വിടണ്ട, ആർക്കും ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ക്ലാസ് ഗ്രൂപ്പില് വെറുതെ വീഡിയോ ഒന്ന് ഇങ്ങനെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി ഇട്ടതാണ്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ ആളുകള് ഇട്ട മെസ്സേജ് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം ചില ആളുകളെ സംസാരം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ, ചിലർക്ക് ഓൽക്ക് സംസാരിക്കാൻ കഴിയൂല അല്ലെങ്കിൽ ഇന്ന ഇന്ന ന്യൂനതകൾ ഉണ്ട്, പക്ഷെ ഓരോന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയാണ്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാണ്ട് ആ ടീം എല്ലാവരും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് കൂടിയാണ്ട് അവരെ വീട്ടിൽ പോയി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേപോലെ വേറൊരു സംഭവമാണ്. ഒരു കവിയത്രി ഉണ്ട് നമ്മളവിടെ നാട്ടിലാണ്. ഓരെന്തോ ഈ പുഴയും കടന്നു അങ്ങനെ എന്തോ ഒരു പുസ്തകം ഒരു 2024 തോന്നുന്നുണ്ട്, വർഷം എനിക്ക് ഓർമ്മല്ല കറക്റ്റ്. അപ്പൊ ആ പുസ്തകം കുറച്ച് ഈ അടുത്താണ് വായിക്കാനിടയായത്. അപ്പൊ ഇങ്ങനെ വായിക്കണ സമയത്ത് ഒരു ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടതാണ്, മീറ്റ് ചെയ്തതാണ്. അപ്പൊ ഓര് പറഞ്ഞു കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ നല്ല ഒരു പുസ്തകം എഴുതണം, ഒരു ജീവചരിത്രം എഴുതണം എന്നുള്ളത്. പക്ഷെ വീൽ ചെയറിലാണ്, പക്ഷെ എങ്ങനെ എഴുതും, എങ്ങനെ തുടങ്ങും ഒന്നും അറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്താ വലിയൊരു അവസരം വരുന്നത്. ഒരു വിരുന്നുകാരൻ വന്നതാണ്, കുറെ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വന്നതാ. അപ്പൊ വന്ന സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ചെയ്തു തരുമോന്ന്. അപ്പൊ ഇതുവരെ വലിയ കാഴ്ചകളൊന്നുമില്ല, കുറെ വർഷങ്ങൾക്ക് ശേഷം കാണാം. അപ്പൊ ആയിക്കോട്ടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാണ്ട് സംസാരത്തിലൂടെ അയാൾ ഇങ്ങനെ അയാളെ കയ്യ് പേന വെച്ച് ഇങ്ങനെ എഴുതി ഒരു നല്ലൊരു പുസ്തകമാക്കി. ആ പുസ്തകം ഇന്ന് ഒരുപാട് ആളുകളിലൂടെ വിറ്റയച്ചു. അപ്പൊ അവരിങ്ങനെ പറയാണ് ഭയങ്കര സന്തോഷം. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കിങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ്, ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമ്മള് മേമിനോടൊക്കെ പറയാനുള്ളത് പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും ആളുകൾക്ക്. നമ്മൾ ആദ്യമായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം പലരും പറയും ഓ എന്തൊരു ഫീലിംഗ് ആണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന സംസാരം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഓർമ്മ വന്നപ്പം പറഞ്ഞു എന്നുള്ളൂ. താങ്ക് യു അശ്വിൻ ഭായ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ കഥകളാണ് കേട്ടോ. സത്യം പറഞ്ഞാല് നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാവും. അത് മറന്നുപോല. സാധാരണ നമ്മൾ ടോപ്പിക്കായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ നല്ല റിലേറ്റബിൾ കഥകളും കൂടെ ആണെങ്കിൽ നമ്മളുടെ ലൈഫിലുടനീളം ആ കഥ ഇങ്ങനെ നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും ചിലപ്പോ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങളായിരിക്കും മറ്റുള്ള കുറേ മനുഷ്യന്മാർക്കുള്ള ഒരു ഒരു സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു സംഭവം.